വയനാട് ദുരന്തത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ തുടങ്ങിയ സാലറി ചലഞ്ചിനോട് സഹകരിക്കാതെ ജീവനക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാത്ത സർക്കാർ ജീവനക്കാരുടെ കൃത്യമായ കണക്ക് നൽകാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. സമ്മതപത്രം നൽകിയ ശേഷവും പണം നൽകാത്തവരുടെ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ജനം ബ്രേക്ക് ചെയ്യുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ രാജീവ് നൽകും. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ പ്രകൃതി ദുരന്തങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് സർക്കാർ സാലറി ചലഞ്ച് നടത്താറുണ്ട്. ഈ സാലറി ചലഞ്ചിൻ്റെ ഭാഗമായി സർക്കാർ ജീവനക്കാർ നിശ്ചിത തുക സർക്കാരിന് കൈമാറണമെന്നാണ് നിർദ്ദേശം. ആദ്യഘട്ടത്തിലൊക്കെ നിർബന്ധപൂർവ്വം തന്നെ ഈ തുക കൈമാറണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അതിനോട് ജീവനക്കാരുടെ സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വന്നെങ്കിലും സർക്കാർ വഴങ്ങിയിരുന്നില്ല. നിശ്ചിത തുക സർക്കാർ ജീവനക്കാർ ശമ്പളത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നായിരുന്നു നിർദ്ദേശം. 2018 പ്രളയമുണ്ടായപ്പോഴും പിന്നീട് കൊറോണ ഉണ്ടായപ്പോഴുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുകയും കോടികൾ തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് സർക്കാർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഈ സാലറി ചലഞ്ചുമായി സർക്കാർ രംഗത്ത് വന്നത്. 500 കോടി രൂപയെങ്കിലും പിരിച്ചെടുക്കാനുള്ള തീരുമാനമായിരുന്നു സർക്കാർ തലത്തിൽ കൈക്കൊണ്ടത്. നമുക്കറിയാം, വയനാടിനായി വിവിധ മേഖലകളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം എത്തിയിരുന്നു. 1000 കോടി രൂപയ്ക്കടുത്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. വയനാടിനെ ചേർത്ത് പിടിച്ച കേരളം ഒട്ടാകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയെങ്കിലും ഇപ്പോഴും അവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇതിനിടെയാണ് ഈ സർക്കാർ ജീവനക്കാർ കൂടി പണം നൽകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നത്. നിർബന്ധപൂർവ്വം പണം നൽകണമെന്ന ഒരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും പണം നൽകാത്ത ജീവനക്കാരെ തിരഞ്ഞുപിടിച്ച് പ്രതികാര നടപടികൾക്ക് വിധേയമാക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. CPM അനുകൂല സംഘടനാ പ്രവർത്തകർ പോലും ഈ സാലറി ചലഞ്ചിനോട് ആദ്യഘട്ടത്തിൽ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീടാണ് ഈ സാലറി ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം സർക്കാർ കർശനമാക്കിയതും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമ്മതപത്രം സർക്കാർ ജീവനക്കാർ നൽകിയിരുന്നു. എന്നാൽ ഈ സമ്മതപത്രം നൽകിയ സർക്കാർ ജീവനക്കാർ പണം നൽകാൻ പിന്നീട് തയ്യാറായില്ല. അതായത് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് വയനാട് ദുരന്തമുണ്ടായതിൻ്റെ ഭാഗമായി 500 കോടിയെങ്കിലും ഈ സാലറി ചലഞ്ചിലൂടെ കണ്ടെത്താമെന്നായിരുന്നു. എന്നാൽ 500 കോടി പോയിട്ട് 250 കോടി പോലും കണ്ടെത്താൻ സർക്കാർ കഴിഞ്ഞില്ല. സർക്കാർ ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 230 കോടിക്ക് താഴെയാണ് ഈ സാലറി ചലഞ്ച് വഴി സർക്കാരിന് പിരിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സർക്കാർ നേരത്തെ ലക്ഷ്യമിട്ട രീതിയിലാണെങ്കിൽ 500 കോടി കണ്ടെത്തണം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമ്മതപത്രം നൽകിയ ജീവനക്കാരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ സമ്മതപത്രം നൽകിയ സർക്കാർ ജീവനക്കാരുടെ കണക്കുകൾ നൽകാനുള്ള നിർദ്ദേശം വിവിധ വകുപ്പ് മേധാവികൾക്ക് നൽകിയിരിക്കുന്നു. 20,000-ന് മുകളിൽ സർക്കാർ ജീവനക്കാരെങ്കിലും പണം നൽകിയിട്ടില്ല എന്നാണ് നിലവിൽ സർക്കാരിൻ്റെ കണക്ക്. കാരണം 50% ജീവനക്കാർ പണം നൽകിയിട്ടില്ല എന്ന വിവിധ വകുപ്പ് മേധാവികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. 20,000-ന് മുകളിൽ സർക്കാർ ജീവനക്കാർ ഇപ്പോഴും ഈ വയനാട് ദുരന്തബാധിതർക്കായുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ തുടങ്ങിയ പേരിൽ തുടങ്ങിയ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിട്ടില്ല. സമ്മതപത്രം നൽകിയിട്ടും പണം കൈമാറാത്തവരുടെ റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ രേഖകളാണ് ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർക്കെതിരെ പ്രതികാര നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഇവരിൽ നിന്ന് പണം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇവരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയത്. എന്നാൽ അത് പിന്നീട് നിയമപ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്ന സാഹചര്യമുണ്ടായി. ഇതോടെയാണ് നിലവിലിപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് തേടുകയും അതനുസരിച്ച് മറ്റ് കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നിലവിലിപ്പോൾ വകുപ്പ് മേധാവികൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജീവ്, ഈ ജീവനക്കാർ നൽകാൻ മടിക്കുന്നത് ഭയന്നിട്ടാകുമോ? കാരണം ഈ മുഖ്യമന്ത്രിയെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചു എന്ന ആരോപണങ്ങളിലൂടെ പുറത്തു വന്നത്. കേസുമായ വിഷയമാണ്. മാത്രമല്ല, ഈ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ രാഷ്ട്രീയക്കാർക്ക് പോലും ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, ഈ ഫണ്ടിൽ നിന്ന് പണം എത്തി എന്ന് പോലും വാർത്തകൾ ഉണ്ടായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ ജീവനക്കാർ മടിക്കുന്നതുമാകുമോ? തീർച്ചയായും 2018 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രളയമുണ്ടായപ്പോൾ 2018 ഏറ്റവും വലിയ പ്രളയമുണ്ടായപ്പോൾ സർക്കാർ ജീവനക്കാരിൽ നിന്ന് സാലറി ചലഞ്ച് വഴി നിർബന്ധപൂർവ്വം സർക്കാർ പണം ഈടാക്കിയിരുന്നു. കോടിക്കണക്കിന് രൂപയായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോടികളാണ് ഈ ചെലവഴിക്കാതെ അവശേഷിക്കുന്നത്. ഈ പണം എവിടേക്ക് വകമാറ്റി എന്ന ചോദ്യത്തിന് സർക്കാർ യാതൊരു തരത്തിലുള്ള ഉത്തരവും നൽകുന്നില്ല. നിയമസഭയിൽ ഉൾപ്പെടെ ഇത് ചോദ്യമായി വന്നതാണ്. അവിടെ പോലും കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. ഇപ്പോഴും
നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് പരിശോധിച്ചാൽ അതിൽ കോടികളാണ് ചെലവഴിക്കാതെ ശേഷിക്കുന്നത്. എങ്ങനെ ഈ തുക എത്തി? നമുക്കറിയാം പല ഘട്ടങ്ങളിലും ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്തുമ്പോൾ പറയുന്നത് പണം ഇല്ല എന്നാണ്. കേന്ദ്ര സർക്കാർ പണം നൽകിയില്ല, അതുകൊണ്ട് തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നു എന്നായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്ന് മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റ് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും. അതായത് കോടികൾ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്, പക്ഷേ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ പണം വകമാറ്റി ചെലവഴിച്ചു എന്ന് തന്നെയാണ്. വയനാടിൻ്റെ കാര്യത്തിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 800 കോടി രൂപയ്ക്കടുത്ത് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. പക്ഷേ പുനരധിവാസത്തിനായി ചെലവഴിക്കാൻ പണമില്ല. നമ്മൾ വയനാട്ടിൽ ഈ ടൗൺഷിപ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വീടുകളുടെ നിർമ്മാണം എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ്. അതായത് സർക്കാർ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു മാതൃകാ ഭവനം നിർമ്മിച്ചിരിക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് മറ്റു വീടുകളുടെ നിർമ്മാണങ്ങളൊക്കെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ സർക്കാർ നൽകിയ വാഗ്ദാനം നമുക്കറിയാം, വയനാടിനെ ചേർത്ത് പിടിക്കും, 1 വർഷം കൊണ്ട് വീടുകൾ നിർമ്മിക്കും, 1 വർഷം കൊണ്ട് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും എന്നൊക്കെയായിരുന്നു അവകാശവാദം. എന്നാൽ ഈ വാർഷികത്തിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു വീട്, അതായത് മാതൃകാ ഭവനം മാത്രം പൂർത്തിയാക്കി മറ്റു വീടുകൾ എന്ന് പൂർത്തിയാകുമെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരിതബാധിതർ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതിയൊക്കെ നൽകിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. അതായത് കണക്കുകൾ പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണമുണ്ട്, പക്ഷേ ആ പണം എങ്ങോട്ട് പോകുന്നു, എന്തിന് ചിലവഴിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലാത്ത അവസ്ഥയാണ്. ഇതിനിടെയാണ് സർക്കാർ ജീവനക്കാരിൽ നിന്നുകൂടി 500 കോടി കണ്ടെത്താനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നാൽ സാലറി ചലഞ്ചിനോട് CPM അനുകൂല സംഘടനകൾ പോലും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അതായത് സർക്കാർ പിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ചത് 500 കോടിയാണെങ്കിൽ 230 കോടി മാത്രമാണ് ഈ സാലറി ചലഞ്ചിലൂടെ സർക്കാരിന് ലഭിച്ചത്. ബാക്കി കൂടി എങ്ങനെയും കണ്ടെത്താനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നത്. ശരി, രാജീവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.